ഹലോ, എല്ലാവർക്കും മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. ഇച്ചിരി സമയം വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഉരുളയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചൂടക്കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് ഇതിൻ്റെ അരഭാഗത്തോളം ഒന്ന് വറ്റിച്ചെടുക്കണം. പാല് വേവിച്ചെടുക്കണം. മട്ടരിയാണ് ഞാനിവിടെ പാൽപ്പായസത്തിന് വേണ്ടി എടുക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പാൽ ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അരഭാഗത്തോളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വെച്ച മട്ടരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് ഈ മട്ടരി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഈ പാലും മട്ടരിയും എല്ലാം കൂടിയിട്ട് യോജിക്കുമ്പോഴാണ് പാൽപ്പായസത്തിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാൽപ്പായസത്തിനുള്ള അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വെന്തിട്ടില്ല, മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പാലും വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാലും അരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ പാലൊന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരും. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് കുറുതാക്കി എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും അരിയും പാലും എല്ലാം കൂടി നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. പിന്നെ മധുരം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളിതൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ആ ഒരു മധുരം കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കട്ടിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ കാഷ്നട്ട്സോ റൈസിൻസോ ഒന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.